നമസ്കാരം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം എൻ്റെ ഫലമൊക്കെ വന്നു. ഇപ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് നമ്മളുടെ സാഹിത്യ സാംസ്കാരിക നായകരെയൊക്കെ വളരെയധികം വിമർശിക്കുകയാണ്. സ്തുതിപാഠകർ, അതേപോലെ തന്നെ മനുഷ്യത്വരഹിതമായ നിലപാടുകൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കാണുമ്പോൾ നിശബ്ദത പാലിക്കുന്ന വ്യക്തികൾ, മാളത്ത് വിളിക്കുന്നവർ, ഇങ്ങനെയുള്ള ഒരുപാട് വിശേഷണങ്ങളിലൂടെ നമ്മളുടെ സാഹിത്യ സാംസ്കാരിക നായകരെയൊക്കെ അതിനിശിതമായി ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ആ ആക്രമണവും നമ്മൾ അതിൻ്റെ പിന്നിലെ വൈകാരികതയെ വിശേഷിച്ച് നോക്കിയാൽ, അല്ലെങ്കിൽ എന്ത് വൈകാരികത കൊണ്ടാണ് അവരെ ആക്രമിക്കുന്നത് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവുന്നത് അവിടെ നമ്മൾ വിദ്വേഷം തന്നെയാണ് പ്രകടിപ്പിക്കുന്നത്. ഒരുതരം ഫ്രസ്ട്രേഷനാണ്. കാര്യം അവരിൽ നിന്ന് എന്തോ വളരെ ഉദാത്തമായ കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു, അത് ലഭിക്കുന്നില്ല. അത് നമുക്ക് ലഭിക്കാത്തതിൻ്റെ പേരിലുള്ള ആ ഒരു ഫ്രസ്ട്രേഷൻ, ആ ഒരു ആശങ്ക, ഒരു ഗതികേട്, അതല്ലെങ്കിൽ ഒരു നിരാശാബോധം, ഇങ്ങനെയുള്ള ഒരുപാട് വൈകാരികതകളാണ് ഇത്തരം ഈ വിമർശനങ്ങളുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള കഴിവുകളിൽ നിന്ന്, ഒരു മനുഷ്യന് അവരുടേതായിട്ടുള്ള കഴിവുകളിൽ നിന്ന് മാത്രമേ പ്രവർത്തിക്കാൻ പറ്റുകയുള്ളൂ. ഇപ്പോൾ ഒരു വ്യക്തിക്ക് പേടിയില്ലാതെ ജീവിക്കേണ്ടത് വളരെ ആവശ്യമാണ്. കാര്യം മനുഷ്യനായി കഴിഞ്ഞാൽ നിർഭയത്വമാണ് ഒരു വ്യക്തിക്ക് എത്തിച്ചെല്ലാൻ പറ്റുന്ന ഏറ്റവും ഔന്നത്യം നിറഞ്ഞ ഒരു അവസ്ഥയെന്ന് പറയുന്നത്. പക്ഷെ അവിടെ എത്തുന്നിടം വരെ ഈ പറഞ്ഞതുപോലെ നിർഭയത്വത്തിൻ്റെ സ്വഭാവത്തിൽ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അത് എളുപ്പമല്ല. അത് മനുഷ്യ സ്വഭാവമാണ്. അപ്പോൾ ഇത് നമ്മളുടെ കേരളത്തിലെ സാഹിത്യകാരന്മാരും അതേപോലെ സാംസ്കാരിക നായകരുമൊക്കെ യഥാർത്ഥത്തിൽ അവർ ഈ കാണിക്കുന്ന മൗനം, അതല്ലെങ്കിൽ അവർ കടന്നു പോകുന്ന ഭീതി, പേടി, അതുപോലെ ഭരണകൂടത്തെ അനുകൂലിക്കാൻ നിർബന്ധിതരാകുന്ന അവസ്ഥ, ഇത് പല പേടികളാണ് അവരെ നയിക്കുന്നത്. ഒന്ന്, ചിലരെ സംബന്ധിച്ചിട്ട് സർക്കാരിൻ്റെയോ അതല്ലെങ്കിൽ ഭരണകക്ഷിയുടെയോ ഒക്കെ പ്രീതി കിട്ടാതായി കഴിഞ്ഞാൽ ഒരു പക്ഷേങ്കിൽ തങ്ങൾ ഒറ്റപ്പെട്ടു പോകുമോ, അതല്ല എങ്കിൽ സ്വീകാര്യത കിട്ടാതായി പോകുമോ, അംഗീകാരം കിട്ടാതായി പോകുമോ. ചിലരെ സംബന്ധിച്ചിട്ട് ചില സ്ഥാനങ്ങൾ, അതേപോലെ മറ്റ് ചില സാമ്പത്തികമായ നേട്ടങ്ങൾ, ചിലരെ സംബന്ധിച്ച് കുട്ടികളുടെ ആവശ്യങ്ങൾ, തങ്ങളുടെ മക്കളെ എവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ സ്ഥാനത്ത് എത്തിക്കുക എന്നുള്ള ചിന്തകൾ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഘടകങ്ങൾ ചേർന്നിട്ടാണ് ഇവരെ ഇത്തരത്തിലുള്ള ഒരു മൗനത്തിലേക്കോ അതല്ലെങ്കിൽ ചില മാനുഷികമായ വശങ്ങൾ നമ്മൾ ഉണരേണ്ട സമയത്ത് അത് ഉണരാതിരിക്കുന്നതിനോ കാരണമായ അവസരങ്ങളുണ്ടാകുന്നു. അതപ്പോൾ അവർക്ക് അതിനപ്പുറത്തേക്ക് ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റില്ല. കാര്യം ഒരു മനുഷ്യനെ എത്തിപ്പെടാൻ പറ്റുന്ന, അല്ലെങ്കിൽ അയാൾ, ഇപ്പം ഞാനിപ്പോൾ ഇവിടെ സംസാരിക്കുന്ന സമയത്ത് ഞാൻ എത്ര തന്നെ നാട്യങ്ങളും ജാടകളും കാണിച്ചു കഴിഞ്ഞാൽ പോലും എനിക്ക് അറിയാവുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഒരു പരിധിക്ക്, എൻ്റെ പരിധിയുടെ പരമാവധിയിൽ നിന്ന് മാത്രമേ എനിക്ക് പ്രവർത്തിക്കാനും സംസാരിക്കാനും പറ്റുകയുള്ളൂ. അത് മനുഷ്യപ്രകൃതിയാണ്. അപ്പോൾ ഈ മനുഷ്യപ്രകൃതിയുടെ അവസ്ഥ നമ്മളിന്ന് കേരളത്തിൽ നോക്കേണ്ടതാണ്. ഒരു സമൂഹത്തിൻ്റെ നിലവാരം, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ആയിക്കോട്ടെ, ഒരു സമൂഹത്തിൻ്റെ ആയിക്കോട്ടെ, അത് നമുക്ക് തിരിച്ചറിയണമെങ്കിൽ വളരെ എളുപ്പമാണ്. അത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള വ്യത്യാസവും എന്ന് പറയുന്നത് ഈ സംസ്കാരത്തിലുള്ള വ്യത്യാസമാണ്. അതേപോലെ സമൂഹങ്ങൾ തമ്മിലുള്ള വ്യത്യാസവും ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ നമ്മുടെ കേരളത്തിലെ ഒരു സംസ്കാരം, അല്ലെങ്കിൽ കേരള സമൂഹം എവിടെ നിൽക്കുന്നു എന്നുള്ളത് തിരിച്ചറിയാനായിട്ട് ഏറ്റവും മനോഹരമായിട്ടുള്ള, അതല്ലെങ്കിൽ ഒരു മൈക്രോസ്കോപ്പിൻ്റെ കീഴിൽ വെച്ചാൽ എങ്ങനെയാണോ ഈ നമ്മളുടെ കോശങ്ങളുടെയും രക്തത്തിൻ്റെയൊക്കെ വിവിധ ഭാവങ്ങൾ അല്ലെങ്കിൽ അവസ്ഥകൾ തിരിച്ചറിയാൻ കഴിയുന്നത്, അതേപോലെ ഓരോ സന്ദർഭങ്ങൾ വരുമ്പോൾ നമ്മളുടെ കേരളത്തിലെ എല്ലാവരാലും ആദരിക്കപ്പെടുന്ന എന്ന് കരുതപ്പെടുന്ന ഈ സാഹിത്യ സാംസ്കാരിക നായകരൊക്കെ അവരെങ്ങനെ പ്രതികരിക്കുന്നു എന്ന് നോക്കുമ്പോൾ അവിടെ നമ്മൾ കാണേണ്ടത് അവരുടെ പ്രതികരണം, അല്ലെങ്കിൽ അവരുടെ ഭീരുത്വത്തിനപ്പുറത്തേക്ക് കേരള സമൂഹം ഇന്ന് എവിടെ നിൽക്കുന്നു എന്നുള്ളതിൻ്റെയാണ്. അപ്പോൾ നമ്മുടെ സമൂഹത്തിൻ്റെ ജീർണതയുടെ ഒരു കൃത്യമായ ചിത്രമാണ് ഈ നമ്മുടെ സാഹിത്യ സാംസ്കാരിക നായകരിലൂടെ ഇന്ന് നമുക്ക് ലഭിക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഈ സാഹിത്യവും അല്ലെങ്കിൽ കലാസാഹിത്യ രംഗവും
ഈ സംസ്കാരവും തമ്മിലുള്ള ബന്ധം. അത് ഈ കലാസാഹിത്യ രംഗവും സംസ്കാരവും തമ്മിലുള്ള ബന്ധം ഇതുപോലെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശുദ്ധമായ വെണ്ണയും നെയ്യും പോലെയാണ്. വെണ്ണ ഉരുകുന്നതാണ് നെയ്യ്. ആ നെയ്യിൽ നമുക്ക് തിരി കത്തിക്കാം. തിരി എന്ന് പറഞ്ഞാൽ വെളിച്ചമാണ്. അപ്പം അതേപോലെ വരണം. അപ്പം നമ്മളുടെ കേരളത്തിലെ സാംസ്കാരിക അല്ലെങ്കിൽ കലാസാഹിത്യ രംഗം, ഈ രംഗം ഇതുപോലെ ആയിരിക്കണം നമ്മുടെ കേരളത്തിൻ്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. ആ ബന്ധമില്ലായ്മ, അതല്ലെങ്കിൽ ഉദാഹരണത്തിന് നമുക്ക് നല്ല ശുദ്ധമായ വെണ്ണ ഉരുകിയാൽ മാത്രമേ നല്ല നെയ്യ് കിട്ടുകയുള്ളൂ. മറിച്ച് പിരിഞ്ഞ പാലോ അതല്ലെങ്കിൽ ശരിക്ക് ശുദ്ധമല്ലാത്ത വെണ്ണയോ ഒക്കെ നമ്മൾ വെണ്ണയാണെന്നുള്ള സങ്കല്പത്തിൽ ഉരുക്കി നെയ്യാണെന്ന് കരുതി നമ്മൾ തിരിയിട്ട് കത്തിച്ചു കഴിഞ്ഞാൽ ആ തിരി കത്തില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. അതിപ്പം അതിനകത്ത് മറ്റൊന്നും, അത് എതുപോലെയാണോ ഒരു പിരിഞ്ഞ പാലിൻ്റെ അംശമോ അതല്ലെങ്കിൽ ശുദ്ധമല്ലാത്ത വെണ്ണയോ ഉരുകിയാൽ നെയ്യ് ഉണ്ടാകാത്തതും, അതിനെ ഉരുക്കിയിട്ട് അതിനകത്ത് നമ്മൾ തിരിവെച്ചിട്ട് കത്തുന്നില്ല എന്ന് പറയുന്നത് അത് ശരിക്കും വെണ്ണയുടെയും നെയ്യുടെയും കുഴപ്പമല്ല. എങ്ങനെയാണോ നെയ്യ് ഉണ്ടാവേണ്ടത്, എങ്ങനെയായിരിക്കണം വെണ്ണ ഉണ്ടാവേണ്ടത്, ഇതറിഞ്ഞ് യഥാർത്ഥ നെയ്യാണോ അല്ലയോ എന്ന് മനസ്സിലാക്കി അതിനകത്ത് നമ്മൾ തിരി ഇട്ട് കൊളുത്തുമ്പോഴാണ് വെളിച്ചം അല്ലെങ്കിൽ ദീപം ഉണ്ടാവുന്നത്. അപ്പോൾ അത് ഈ നെയ്യുടെയും വെണ്ണയുടെയും കുഴപ്പമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോഴാണ് നമ്മൾ ഇവരെ ഇത്തരത്തിലുള്ള നമ്മുടെ സാമൂഹ്യ മാധ്യമത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പൊങ്കാലിടാതിരിക്കുക. അപ്പം ഇത്രയും ജീർണതയിലേക്ക് നമ്മുടെ കേരള സമൂഹം, നമ്മുടെ സമൂഹം, ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന സമൂഹം എത്തിപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് നമ്മൾ മാറുമ്പോഴാണ് നമ്മളിതിനെ, ഈ ഒരു അവസ്ഥയെ എങ്ങനെയാണ് നമ്മൾ വ്യക്തി എന്ന നിലയിൽ നമുക്ക് ഓരോ വ്യക്തിക്കും എന്ത് ചെയ്യാൻ കഴിയും. ഉദാഹരണത്തിന് എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഒരു സാമൂഹ്യ മാധ്യമത്തിൽ ഞാൻ എൻ്റെതായ ചിന്ത പങ്കുവയ്ക്കുന്നു. ആ പങ്കുവയ്ക്കുന്നത് ചിലർക്കത് സ്വീകാര്യമായിരിക്കാം, ചിലർക്ക് അസ്വീകാര്യമായിരിക്കാം. ചിലർക്ക് സ്വീകാര്യമല്ലാത്തവർക്ക് പോലും ഏതെങ്കിലും ഒരു ചിന്ത ഉയർന്നു വന്നുകൂടായികയില്ല. സ്വീകാര്യമാവുന്നവർക്കും ഈ പറഞ്ഞ പോലെ ചിന്തയിലേക്ക് പോകാം. ഇത് രണ്ടുമല്ലാതെ മറ്റു പല രീതിയിലുമൊക്കെ ചിന്തയിലേക്ക് നമുക്ക് പോകാൻ പറ്റും. ഇങ്ങനെ വ്യക്തികളിലൂടെ നമുക്ക് ഈ രീതിയിൽ ഒരു മാറ്റം ഉണ്ടാകുമ്പോൾ മാത്രമേ ഈ ഒരു പൊതുജീർണതയിലും മാറ്റം വരികയുള്ളൂ. ആ പൊതുജീർണതയാണ് നമ്മളുടെ സാഹിത്യ സാംസ്കാരിക നായകർ ഇപ്പോൾ കാണിച്ചു വന്നിരിക്കുന്നത്. അത് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ നമുക്ക് ഈ സാംസ്കാരിക നായകരോടോ അതല്ലെങ്കിൽ അവരുടെ മൗനത്തിനോടോ ഒക്കെ ദേഷ്യം ഉണ്ടാകുന്നതിന് പകരം, അതല്ലെങ്കിൽ വൈകാരികമായ പ്രകടനം ഉണ്ടാകുന്നതിന് പകരം നമുക്ക് ഒരവസ്ഥയെ കാണുകയും ആ അവസ്ഥയിൽ നമുക്കെന്ത് ചെയ്യാൻ കഴിയും, വ്യക്തി എന്ന നിലയിൽ നമുക്കെന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു ചിന്തയിലേക്ക് നമ്മൾ മാറുകയും ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ഈ വിദ്വേഷത്തിനും അല്ലെങ്കിൽ അതിവൈകാരികതയ്ക്കും പകരം അവിടെ നമുക്ക് വളരെ സുഖകരമായ ഒരു അവസ്ഥയിലേക്ക് പോവുകയും പുതിയ ചിന്തകൾ വരികയും ചെറുതോ വലുതോ ആയിക്കോട്ടെ എങ്കിലും അവിടെ നമുക്ക് നമ്മളുടെ സ്വയം സർഗാത്മകത അനുഭവിക്കാനും അറിയുവാനുമുള്ള ഒരവസരം ഉണ്ടാവുകയും അത് നമ്മുടെ ആസ്വാദ്യമായ ഒരവസ്ഥയെ നമുക്കൊരു ആസ്വാദ്യതയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. അപ്പം ഇത്തരം ഒരു സമീപനത്തിലൂടെ മാത്രമേ നമുക്ക് ഇന്നത്തെ കേരളത്തിലെ ജീർണതയെ ഓരോ വ്യക്തികൾക്കും അവരുടേതായ നിലയിൽ, ഉദാഹരണത്തിന് നമുക്ക് ഞാനിത് നിങ്ങളോട് സംസാരിക്കുന്നു, അതുപോലെ തന്നെ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലുള്ള കുടുംബാംഗങ്ങളോട് ഇത് സംസാരിക്കുന്നു. ചിലപ്പോൾ നമ്മൾ ഡൈനിങ് ടേബിളിലായിരിക്കാം, അതല്ലെങ്കിൽ സ്വകാര്യ സംഭാഷണങ്ങളിലായിരിക്കാം. ഇത് തന്നെ ധാരാളമാണ്. അപ്പം ഈ രീതിയിലേക്ക് നമുക്ക് പോകുമ്പോഴാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന വളരെ ചെറിയ സമയത്തെ നമുക്ക് മനോഹരമായിട്ടും ക്രിയാത്മകമായിട്ടും സർഗാത്മകമായിട്ടും ഉപയോഗിക്കാൻ കഴിയുക.